ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ സമാഗമന കൂടാരം എന്നുള്ള വിഷയമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണുവാനും അതിൽ നിന്ന് ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാനും ദൈവ അവസരം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ നമ്മൾ താമ്രത്തൊട്ടി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്നും അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഈ സമയം ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മുമ്പിലിരിക്കുന്നവർ, എൻ്റെ സന്ദേശം കേൾക്കുന്നവർക്കായി ആമൻ ടെലിവിഷനാകട്ടെ യൂട്യൂബിലാകട്ടെ ആമൻ നിങ്ങളതിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനാപൂർവ്വം ഇത് ശ്രവിപ്പാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗത്തിലേക്ക് നമ്മുടെ ശിരസ്സുകളെ ഉയർത്താം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം, ആകാശവും ഭൂമിയും മാറിപ്പോകും എങ്കിലും യഹോവയുടെ വചനങ്ങൾക്ക് മാറ്റമില്ല. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ ഈ സമയം അങ്ങയുടെ മുമ്പാകെ അങ്ങയുടെ തിരുവെഴുത്തുകൾ ധ്യാനിപ്പാനായി കൂടി വന്നിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ ഈ സമയം ചിന്തിക്കുന്ന തിരുവെഴുത്തുകൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനകരമായി തീരുവാൻ അവിടെ അന്തരാത്മാവിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ആത്മാവിനാൽ എഴുതപ്പെട്ട മനുഷ്യന്റെ കയ്യാലല്ല, ആത്മാവിനാൽ മുദ്രണം ചെയ്ത ആത്മീക സന്ദേശമായി ഹൃദയങ്ങളിൽ അത് തറച്ചിരിക്കേണ്ടതിന്, ഹൃദയങ്ങൾ പറ്റിയിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, അവർ ദൈവത്തോട് അടുത്തു വരേണ്ടതിന്, ദൈവമായിട്ടുള്ള ബന്ധത്തെ ഒന്നുകൂടെ പുതുക്കുവാൻ ഈ സന്ദേശങ്ങൾ കാരണമാക്കി തീർക്കണമേ. വീണ്ടും പോലെ ദൈവനെ ചിന്തിപ്പാൻ, ഗ്രഹിപ്പിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ ചിന്തിച്ചു വന്നത് താമ്രത്തൊട്ടി എന്നുള്ള വിഷയമാണ്. താമ്രത്തൊട്ടി അതിനെന്തൊരു നിഴലാണ്? യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. താമ്രത്തൊട്ടി മിനുക്കിയ താമ്രം കൊണ്ടാണ് തൊട്ടി ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ചു. അനന്തരം ആ തൊട്ടി കൊണ്ടുള്ള തൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ ദൈവിക ഉദ്ദേശം എന്താണെന്ന് തിരുവെഴുത്തുകളിലൂടെ നമ്മൾ ചിന്തിച്ചു. മാനുഷിക നമ്മുടെ ഈ തിരുവെഴുത്തുകളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളായി നമ്മൾ ചിന്തിച്ചു വരുന്നത് ഈ താമ്രത്തൊട്ടി എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം ചിന്തിച്ച വിഷയങ്ങൾ കേവലം ഒരു മനുഷ്യൻ്റെ ഉദ്ദേശം എന്തെന്നല്ല, അല്ലെങ്കിൽ ഇത് പ്രസംഗിക്കുവാനുള്ള എൻ്റെ ഉദ്ദേശമോ എൻ്റെ ചിന്തകളോ അല്ല ഞാൻ പറഞ്ഞത്. ദൈവം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന നിർണയങ്ങളെയും ആലോചനകളെയും ഉദ്ദേശങ്ങളെയും കൂട്ടി തിരുവെഴുത്തിൽ അത് വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അവിടെ നിന്നായിട്ട് പെറുക്കി എടുത്ത് നമ്മളത് അതിൻ്റെ ചേരേണ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചുകൊണ്ട് നമ്മളതിനെ ചിട്ടയോടെ മനസ്സിലാക്കിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെയും ഈ താമ്രത്തൊട്ടിയെക്കുറിച്ച് ചിന്തിച്ചത്. അത് താമ്രത്തൊട്ടി ക്രിസ്തുവിൻ്റെ നിഴലാണ്. താമ്രത്തൊട്ടി കൊണ്ടുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? അതിൽ വരുന്ന പുരോഹിതന്മാരുടെ ശാരീരിക ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ശുദ്ധീകരണം കൂടാതെ ഒരുവൻ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ മരിച്ചു വീഴും. അവിടെ നമ്മൾ വായിക്കുന്ന അവൻ മരിക്കാതിരിക്കേണ്ടതിന് അവൻ്റെ ദേഹശുദ്ധീകരണം വരുത്തണം. അപ്പോൾ ആ ശുദ്ധീകരണം കൂടാതെ നമ്മൾ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. ശുദ്ധീകരണം കൂടാതെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തെ ദർശിപ്പാൻ കഴിയില്ല. പഴയ നിയമത്തിൻ്റെ ആത്യന്തികമായ നമ്മൾ അവിടെ മുതലേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു കാര്യമാണ് പഴയ നിയമം, പ്രത്യേകിച്ച് ന്യായപ്രമാണം, അതിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിഴലാണ്. അതിൻ്റെ യഥാർത്ഥ പൊരുളാണ് പുതിയ നിയമസഭ. അതിലനുഷ്ഠിക്കപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദൈവിക ഉദ്ദേശങ്ങൾ, അത് നമ്മൾ ഇങ്ങോട്ട് ചിന്തിച്ച് വന്ന കാര്യങ്ങളാണ്. ശുദ്ധീകരണം, അപ്പോൾ പഴയ നിയമത്തിൻ്റെ കാലത്തും ദൈവം ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യന്റെ ശുദ്ധീകരണമാണ്. പുതിയ നിയമത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെ ന്യായപ്രമാണം, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കിക്കളവാനല്ല നിവർത്തിക്കുവാനത്രേ വന്നത്. അതിപ്പോൾ നമ്മൾ അവസാന ഭാഗം എത്തി വരുമ്പോൾ, ഈ സമാന കൂടാതെ എന്നുള്ള വിഷയത്തിൻ്റെ അവസാന ഭാഗം എത്തി വരുമ്പോൾ, കൽപ്പനകൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകൾ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അന്തസത്ത എന്താണ്, ന്യായപ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്താണ്, നമ്മൾ അവിടെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും.
അപ്പൊ ദൈവം ഉദ്ദേശിച്ചത് ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ അശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനാകുന്നു. ലേവ്യപുസ്തകത്തിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അതേ വാക്യം തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു, ഞാൻ ആകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പൊ ന്യായപ്രമാണ കാലത്തും മനുഷ്യന്റെ വിശുദ്ധി, ഈ വിശുദ്ധി അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ബാഹ്യമായ അശുദ്ധി മാത്രം അല്ല, ആന്തരികമായ നിലകളിൽ മനുഷ്യന്റെ അന്തരാത്മാവിൽ ഒരു ശുദ്ധീകരണം. ദൈവം എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ നാമുമാകുക. റോമാലേഖനം 8:29 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു, നമ്മൾ നേരത്തെ വായിച്ചു. അവൻ തൻ്റെ യേശുക്രിസ്തുവിന്റെ ഭൂലോകത്തിലേക്കുള്ള വരവിന്റെ അതിപ്രധാനമായ ഉദ്ദേശങ്ങളിലൊന്നെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏവനെയും തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നാം നമ്മുടെ സാദൃശ്യത്തിലും, അതായത് ബാഹ്യമായി നമ്മൾ കാണുന്ന, നമ്മുടെ കാഴ്ച കാണുന്ന അതേ രൂപത്തിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലും അകത്തെ മനുഷ്യൻ സംബന്ധിച്ചുള്ള തൻ്റെ ക്വാളിറ്റി, അതാണ് സ്വരൂപം, തൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അതാണ് സ്വരൂപം. ആ സാദൃശ്യത്തിലും ദൈവം സ്വർഗത്തിൽ എങ്ങനായിരിക്കുന്നുവോ ദൈവത്തെ പോലെ ഒരല്പം മാത്രം താഴ്ത്തിയിട്ട്, ഒരല്പം പവറിൽ, ഒരല്പം തേജസ്സിന്റെ സ്വരൂപമല്ല കറക്റ്റാണ്, മറിച്ച് ഒരല്പം പ്രത്യേക ദിവ്യശക്തികളിലൊക്കെ ചെറിയ ഒരു വ്യത്യാസം വരുത്തി. അത് ഈ ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇവിടെ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ദൈവം ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ബാക്കിയെല്ലാം തന്നെ പോലെ സൃഷ്ടിച്ചിരിക്കുക. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വിശുദ്ധി എന്ന് പറയുന്നത്, പരിശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ആ നിർമ്മലതയിലേക്ക് വരിക എന്നാണ് ന്യായപ്രമാണം ഉദ്ദേശിക്കുന്നത്. അതേ ഉദ്ദേശം തന്നെയാണ് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ എന്ത് ചെയ്യലും ഒരു നാളും ദർശിപ്പാൻ സാധ്യമല്ല, നിങ്ങൾ വിശുദ്ധീകരണം. അപ്പൊ നമ്മളെ കഴിഞ്ഞ ആഴ്ച തൊട്ടങ്ങളിൽ ആ വിശുദ്ധീകരണം എന്നുള്ള ആ സബ്ജക്റ്റുമായിട്ട്, ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ തൊട്ടി കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തൊട്ടിയിലെ വെള്ളം കൊണ്ട് തൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞ് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് വരുന്ന അവിടെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പൊ ശുദ്ധീകരണം പ്രാപിക്കാത്തവൻ എന്ത് ചെയ്യും? മരിച്ചു വീഴും. ഇതാണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് ആ വെള്ളത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കും, നമുക്കിവിടെ നമ്മൾ ഒരുവൻ പ്രാകാരത്തിൽ, പുറത്ത് നിൽക്കുന്ന ഒരുവൻ ആദ്യമായിട്ട് പ്രാകാരത്തിലേക്ക് വരുമ്പോൾ ഈ വാതിൽ വഴിയാണ് അവൻ അകത്ത് വരുന്നത്. ഈ വാതിൽ വഴി അകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. യാഗപീഠത്തിന്റെ തൊട്ടുപുറകിലായിട്ടാണ് ഈ തൊട്ടി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലെ വെള്ളം ശുദ്ധീകരണത്തിന് നിഴലാണ്. ഇതിലെ ശുദ്ധീകരണം മാത്രമല്ല, ഇത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ സ്നാനത്തിനും കൂടെ നിഴലാണ്. അപ്പൊ ഒരുവൻ പഴയ നിയമപ്രകാരം ഈ വാതിലിലൂടെ ഉൾപ്രവേശിച്ച് യാഗം കഴിച്ചു കഴിഞ്ഞ് പുരോഹിതനായാലും യാഗശേഷമാണ് അവനോട് ശുദ്ധീകരണം ഉണ്ടാകേണ്ടത്. അപ്പോ ഇതിന്റെ പുതിയ നിയമ പൊരുളിലേക്ക് നമ്മൾ വന്നാൽ, ഒരുവൻ ലോകത്തിൽ നിന്ന് വാതിലിന് നമ്മൾ ആദ്യം ചിന്തിച്ചു, വാതില് ക്രിസ്തുവിന് നിഴലാണ്. അപ്പൊ ലോകത്തിൽ നിന്ന് പാപത്തിന്റെ പടുകുഴി കിടന്നവൻ ആദ്യമായി യേശു ക്രിസ്തുവിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലേ, അകത്തേക്ക് പ്രവേശിക്കുന്ന അനുഭവം, ക്രിസ്തു ഞാൻ വാതിലാകുന്നു. അപ്പൊ ഇതിലേ വന്നാണ് പിതാവാകുന്ന സർവശക്തനായ ദൈവം ഇവിടെ ഇരിക്കുക അതിവിശ്വാസ സ്ഥലത്ത്. അപ്പൊ ഈ വാതിൽ വഴി മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ, അല്ല കുറെ കയറി പ്രവേശനമല്ല. അപ്പൊ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിലൂടെ, അത് നേരത്തെ യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും ചെയ്യുന്നില്ല, പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചവൻ അടുത്ത പടി എന്ന് പറയുന്നത് യാഗമാണ്. യാഗം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. ഒരു യാഗത്തിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്താം. യാഗമെന്ന് പറഞ്ഞാൽ ജീവൻ അർപ്പിക്കുക. ഇപ്പോൾ ഒരു നല്ല ബലവാനായ ഒരു കാള യാഗപീഠത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ കുതിച്ച് മതിച്ച്, അല്ലേ, അവൻ്റെ എല്ലാ ചേഷ്ടകളും കാണിച്ചാണ് വരുന്നത്.
പക്ഷെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാളയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവത്രേ. കണ്ടോ, അപ്പം നമ്മൾ സമ്പൂർണ്ണമായി യാഗമാകുന്ന ഒരനുഭവം, നമ്മൾ സമ്പൂർണ്ണമായി ക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തെയാണ് യാഗപീഠം കാണിക്കുക. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സമർപ്പിക്കപ്പെട്ട് വരുമ്പോൾ ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ താൻ രക്ഷ പ്രാപിച്ച് ഈ ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ച് വരുന്നവനാണ് സ്നാനപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അഥവാ ഒരുപടി കൂടെ വിശാലമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവനാണ് സ്നാനപ്പെടേണ്ടത്. ഇത് സ്നാനത്തിൻ്റെ നിഴലാണ്. അപ്പൊ സ്നാനത്തിന് നിഴലാണെങ്കിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പറയാം, കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അനന്തരമാണ് സ്നാനപ്പെടേണ്ടത്. അതായത് ഈ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രസംഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അത് നമുക്കിവിടെ കാണാം. ഒന്ന് വായിക്കാമോ? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം സമീപമായിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആദ്യ സന്ദേശം എന്ന് പറയുന്നത് മനസ്സ് തിരിയുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇപ്പൊ ഈ സുവിശേഷത്തില് വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. സുവിശേഷത്തിൽ വിശ്വാസമുള്ള ധാരാളം ആളുകളെ ഉണ്ട്, നമ്മളെക്കാൾ അധികം. അതായത് ക്രൈസ്തവരെക്കാൾ അധികം വിശ്വാസമുള്ള അക്രൈസ്തവരായ ആളുകളെ എനിക്കറിയാം. ഞാൻ അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടും. നമുക്ക് പോലും ഇത്രയും വിശ്വാസം ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ആഴമായിട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആളുകൾ ചില പ്രത്യേക സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നത് കണ്ടിട്ട് മറ്റ് ചില കാര്യങ്ങളിലൊക്കെ അവർ കൃത്യമായിട്ട് അവരുടെ മതമൊന്നും അറിയിട്ടില്ല, അവരതിനകത്താണ് ഇരിക്കുന്നതെങ്കിലും അവർ വിശ്വസിക്കുന്ന അവരുടെ മതത്തെക്കാൾ ഉപരി യേശുക്രിസ്തുവിലും യേശുക്രിസ്തുവിൻ്റെ വചനത്തിലും അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എന്താ ഇല്ല എന്ന് ചോദിച്ചാൽ അവർക്ക് എന്തില്ല? മാനസാന്തരമില്ല. അപ്പം അതുകൊണ്ട് ഗുണമില്ല. യേശു പറഞ്ഞത് നിങ്ങൾക്ക് സുവിശേഷത്തിന് വിശ്വാസം ഉണ്ടായിരിക്കാം, നിങ്ങൾ ആരെക്കാളും ഉപരി, ഒരു ക്രൈസ്തവനേക്കാൾ ഉപരി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ക്രൈസ്തവർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആഴമായ വിശ്വാസം, നിങ്ങൾ ക്രൈസ്തവ മതത്തിന്റെ ആളായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആഴമായൊരു വിശ്വാസം ഉണ്ടായേക്കാം യേശുക്രിസ്തുവിലും യേശുക്രിസ്തുവിന്റെ വചനത്തിലും. പക്ഷേ അത് സ്വർഗം അംഗീകരിച്ച് നിങ്ങളെ സ്വർഗം അംഗീകരിക്കണമെങ്കിൽ, ആ വിശ്വാസത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ സ്വർഗം അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകണമെങ്കിൽ, അഥവാ എനിക്കും നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. മനസ്സ് തിരിഞ്ഞ് രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഏതിൽ നിന്ന്? പാപമായ, നമ്മൾ ഇന്നലെ വരെ അറിഞ്ഞതോ കേട്ടതോ ചെയ്തതോ ആയ നമ്മുടേതായ ഒരുപാട് തത്വസംഹിതകളുണ്ട്. ഇതിനോടെല്ലാം കൂടെ ചേർത്തിട്ടാണ് യേശുവിനെയും കൂടെ വെച്ച് യേശുവിൻ്റെ വിശ്വാസം വെച്ചേക്കുന്നത്. ഇല്ല, അന്ധമായ വിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, തിരുവെഴുത്തുകൾക്ക് പുറത്തുള്ള നിങ്ങളുടെ ആശയങ്ങളെ, അവയെല്ലാം വിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിച്ചു കളഞ്ഞിട്ട് നിർമ്മലമായ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ സുവിശേഷത്തെ നിറയ്ക്കണം. അതാണ് മാനസാന്തരം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് ക്രൈസ്തവ സഭകളുടെ ഉള്ളിൽ, ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള സഭകളുണ്ട്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങ് പറയാം. ദൈവസഭ എന്നത് ശരിക്കും അപ്പോസ്തല പ്രവൃത്തികളിൽ തുടങ്ങിയ പെന്തക്കോസ്ത് അനുഭവമുള്ള സഭയാണ്. അതിന് നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ ആ അനുഭവം പ്രാപിച്ചവർ പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ള ഒരു സഭ ആയതുകൊണ്ട് പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞു. അപ്പം അതിനകത്താണ് യഥാർത്ഥമായ സഭയുടെ പ്രാരംഭം കുറിക്കുന്നത്. അപ്പോസ്തല നടപടി 2-ാം അധ്യായത്തിൽ മാളികമറിയിൽ തുടങ്ങിയ
അതേ അനുഭവം പ്രാപിച്ച, അതേ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട എല്ലാവരും സഭയുടെ അംഗങ്ങളാണ്. ആ അനുഭവത്തിൽ വന്നവർ മാത്രം. അപ്പൊ അങ്ങനെയുള്ള സഭകളെയാണ് ദൈവം അംഗീകരിക്കുന്ന സഭ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ നിലയിൽ പെന്തക്കോസ്ത് സഭകളുടെ അകത്ത് സ്നാനങ്ങൾ ഒട്ടനവധി നടക്കാറുണ്ട്. ആ സ്നാനങ്ങളെല്ലാം അതിൽ ഒട്ടനവധി സ്നാനങ്ങളും മാനസാന്തരപ്പെട്ട സ്നാനമല്ല. ഇത് പറയുമ്പോൾ പലർക്കും എന്നോട് കോപമോ പുകച്ചിലോ എരിച്ചിലോ ഒക്കെ ഉണ്ടാകാം. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക, പെന്തക്കോസ്തിനകത്ത് നടക്കുന്ന പല സ്നാനങ്ങളും മാനസാന്തരപ്പെട്ടിട്ടുള്ള സ്നാനമല്ല. അതെങ്ങനെ തിരിച്ചറിയാം മാനസാന്തരപ്പെട്ടിട്ടുള്ള സ്നാനമല്ല എന്ന്? കുറച്ച് കാലം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാം. അവൻ ആ സഭയ്ക്ക് തലവേദനയാകുന്നു. അവൻ ദേശത്തിലുള്ള ജനങ്ങൾക്ക് അവനൊരു തലവേദനയാകുന്നു. അതിൻ്റെ അർത്ഥം മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതോ ഒരു ആവേശം കൊണ്ട്, ഏതോ ഒരു വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഓടി വന്ന് സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. പിന്നെ ചില ശുശ്രൂഷകന്മാർ ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി എന്ന ആളെന്നും പറയാൻ വേണ്ടിയിട്ട് സ്നാനപ്പെടുത്തുന്നവരുണ്ട്. പ്രൈസല്ലോ. അത് ചിലർക്കൊരു വലിയ അഭിമാനമാണ്. ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി, നല്ല കാര്യമാണ്. ദൈവം സ്നാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിൻ്റെ ഉപകരണമായി തീർന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. പക്ഷേ നിങ്ങളുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ടവൻ, അവൻ മാനസാന്തരപ്പെട്ടവനെയാണോ നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ സ്വയമാത്മ പരിശോധന ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കൊരിന്ത്യർ പറഞ്ഞ പുല്ലും വൈക്കോലും മരവും കൊണ്ടുള്ള നിങ്ങളുടെ പണി എത്രേ, അവയെല്ലാം വെന്തുപോകും. അപ്പൊ ഒരുവരെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ്, അതുകൊണ്ട് ചിലർ പറയാം വിശ്വസിച്ചാൽ ഉടനെ സ്നാനപ്പെടുത്താം. അവൻ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം മാനസിക പക്വത, അവൻ ആത്മീയമായ ഒരു പക്വത, പാപത്തെ വിട്ട് തിരിഞ്ഞവനാണ്. എങ്ങനെ ഒരുവൻ പാപത്തെ വിട്ട് തിരിഞ്ഞു എന്നറിയുന്നത്? യോനായുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? യോനായുടെ പുസ്തകം, യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം. 3-ാം അധ്യായം. മനുഷ്യനും മൃഗവും ചാക്ക് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തരും താന്താന്റെ ദുർമാർഗവും നീചപ്രവൃത്തികളും ഓരോരുത്തരും താന്താന്റെ ദുർമാർഗവും നീചപ്രവൃത്തികളും ഉപേക്ഷിച്ച് മനം തിരിയുകയും വേണം. താഴോട്ട് വായിക്കൂ. ദൈവം പിന്നെയും മനസ്സരിഞ്ഞ് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം. 10-ാം വാക്യം വായിക്കണം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അപ്പോ അതിന്റെ അർത്ഥം ഒരുവൻ തന്റെ ദുർമാർഗങ്ങളെ വിട്ട് ഒരുവൻ മനം തിരിഞ്ഞു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവന്റെ പ്രവൃത്തിയിലൂടെയാണ് തിരിച്ചറിയുന്നത്. അപ്പൊ പ്രവൃത്തിയിലൂടെ ഒരുവനെ തിരിച്ചറിഞ്ഞവൻ അവൻ മനം തിരിഞ്ഞു എന്ന് തിരിച്ചറിയുന്നു. അതിന്റെ അടയാളം അവന്റെ ജീവിതശൈലി മാറ്റം സംഭവിക്കുന്നു. ജീവിതശൈലി മാറ്റം സംഭവിക്കാത്ത ഒരുവനും മാനസാന്തരപ്പെടാത്തവനാണ്. അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്തിയാൽ അത് അപകടമാണ്. അവനും ഗുണപ്പെടുകയല്ല, അവൻ ബാക്കി ഇരിക്കുന്നതിനെയും ബാക്കി അവൻ വന്ന് കയറുന്നിടത്തുള്ളത് ബാക്കിയുള്ളതിനെയും എന്ത് ചെയ്യും? നശിപ്പിക്കും. ഉറപ്പാ. ചിലർ നിർബന്ധം. പിന്നെ ചിലരുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി സ്നാനപ്പെടുന്നതുണ്ട്, അതും അപകടമാണ്. പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്നാനപ്പെടുന്നവരുണ്ട്, അതും അപകടമാണ്. നീ മനസ്സ് തിരിഞ്ഞ ആരെങ്കിലും അങ്ങനെ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു മാനസാന്തരത്തിലേക്ക് വന്നില്ലെങ്കിൽ അപകടകരമാണ്. അപ്പം മനസ്സ് തിരിഞ്ഞ് തൻ്റെ പ്രവൃത്തികളെ വിട്ടു തിരിയുന്നതാണ് മാനസാന്തരത്തിൻ്റെ ലക്ഷണം. അപ്പം അങ്ങനെ മാനസാന്തരപ്പെട്ടവനാണ് രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായ? അപ്പം ഈ ഒരു സുപ്രധാനമായ കാര്യം മനുഷ്യൻ്റെ രക്ഷ, ആത്മരക്ഷയ്ക്ക് അതിപ്രധാനമായൊരു സംഗതി മാനസാന്തരമാണ്. മാനസാന്തരപ്പെടാത്തവൻ രക്ഷിക്കപ്പെടുകയില്ല. അപ്പം മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ചവനെയാണ് അടുത്ത 3-ാമത്തെ പടിയായിട്ട് സ്നാനപ്പെടുത്തേണ്ടത്. പുതിയ നിയമസഭയോടുള്ള ഉപദേശങ്ങളുടെ അതിപ്രധാനമായൊരു കാര്യമാണ്. അപ്പം മാനസാന്തരപ്പെടാത്തവൻ ഒരുത്തനും അവൻ രക്ഷയ്ക്കകത്തല്ല, ചുമ്മാ ആ സഭ എന്ന കൂട്ടായ്മയുടെ ഉള്ളിലെ ഒരു അംഗമായിട്ടിരിക്കാം. അതൊഴികെ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ഒരു ഗുണവുമില്ല. അവൻ ഒരു പക്ഷേ ഇതിനകത്ത് കുറേ ദിവസം ഇരുന്നിരുന്ന് അവൻ കുറേ ആത്മീക സത്യങ്ങൾ പഠിച്ചെന്ന് വരാം, അവന് കുറേ ജ്ഞാനവും അറിവൊക്കെ ഉണ്ടായെന്ന് വരാം, അവൻ എന്തൊക്കെയോ ഉള്ളതായി തോന്നാം. പക്ഷേ അവൻ മാനസാന്തരപ്പെടാത്തിടത്തോളം രക്ഷയ്ക്കകത്തല്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. അപ്പൊ മാനസാന്തരപ്പെട്ട്
രക്ഷിക്കപ്പെട്ടവനെ ആണ് സ്നാനപ്പെടുത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇനി ഈ മാനസാന്തരത്തിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന്, നമ്മുടെ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മാനസാന്തരം. അപ്പോൾ ആ മാനസാന്തരത്തിന് ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം കൂടെ വായിച്ച മാനസാന്തരത്തിൻ്റെ ഒരു പവർ എവിടെ കിടക്കുന്നതെന്ന് നമുക്കൊന്ന് വായിക്കാം. അത് ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അപ്പൊ നോക്കണം, കണ്ണുകൊണ്ട് കണ്ടിട്ട് ഗ്രഹിക്കുകയോ ചെവി കൊണ്ട് കേട്ടിട്ട് മനസ്സിലാക്കുകയോ ചെയ്യാതെ അവിടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? തടിച്ചിരിക്കുന്നു. എന്നിട്ട് താഴോട്ട് വരുന്നപ്പോൾ പറഞ്ഞിരിക്കുക, അവരിത് ഗ്രഹിച്ച് മനസ്സിലാക്കി മനസ്സ് തിരിയാതിരിക്കുകയും മനം തിരിയാതിരിക്കുകയും ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കുകയും ഈ ജനത്തിന്റെ ഹൃദയം അല്ല, ആ പദം മാത്രം എടുത്ത് വായിക്കും. അവർ കേട്ട് മനം തിരിയാതിരിക്കുകയും ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന്. നോക്കണം. അപ്പം അവർ മനം തിരിയാതിരിക്കുകയും ദൈവം അവരെ സൗഖ്യമാക്കാതിരിക്കുകയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടുള്ള ബന്ധത്തിൽ മറ്റവർക്കും ഇത് പ്രധാനമാണ്. എന്നാൽ കുറച്ചുകൂടെ ഒരു പടി കൂടെ ഉറപ്പിച്ച് പറയാം. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പറയുക, നമ്മുടെ രോഗസൗഖ്യത്തിന് മാനസാന്തരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ഘടകമാണ്. പലർക്കും വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്കകത്തിരിക്കുന്ന പലർക്കും പല വിഷയങ്ങളിലെയും പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പക്ഷേ പ്രാർത്ഥിച്ച് നീ അത്ഭുത സൗഖ്യം പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് അംഗമായിട്ട് ചില വലിയ പ്രതിസന്ധികളെ നിന്നെ തുടർന്ന് പിടിച്ചിട്ട് അതിന് പ്രഗത്ഭന്മാരായ പലരും പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതിരിക്കുന്നില്ല. കാരണം അകത്ത് വേണ്ടതായ മാനസാന്തരമില്ലാത്തതുകൊണ്ടാണ്. ഞാനല്ല, ബൈബിളാ പറയുന്നത്, നിങ്ങൾ മനം തിരിയാതിരിക്കുകയും ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാതിരിക്കുകയും. അപ്പം രോഗസൗഖ്യത്തിന് മാനസാന്തരം ഒരു അതിപ്രധാനമായ ഘടകമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയണം. അപ്പോൾ ഒരു പക്ഷേ പ്രാർത്ഥിച്ചും മാറ്റമില്ലാത്ത, പ്രാർത്ഥിച്ചും സൗഖ്യമില്ലാത്ത വിഷയത്തിന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിവ് പ്രാപിച്ചിട്ട്, ദൈവോധനത്തെ ഗ്രഹിച്ചിട്ട് തിരിച്ചറിവ് പ്രാപിച്ച് തങ്ങളുടെ പാപങ്ങളെയോ അകൃത്യങ്ങളെയോ തങ്ങളുടെ ലംഘനങ്ങളെയോ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മനം തിരിയാൻ തയ്യാറായാൽ ദൈവം സൗഖ്യമയക്കുക തന്നെ ചെയ്യും. മാനസാന്തരത്തിന് അങ്ങനെ ഒരു പവർ കൂടെ നിത്യജീവ രക്ഷ മാത്രമല്ല, മാനസാന്തരത്തിലൂടെ എന്തുകൊണ്ട് ദേഹസൗഖ്യം കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ഈ തൊട്ടിയിലെ വെള്ളം സ്നാനത്തിന് നിഴലാണ്. അപ്പോൾ യാഗം കഴിഞ്ഞ് വരുന്നവനാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവിടെ ദേഹശുദ്ധീകരണം പ്രാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി മറ്റൊരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ട് വരുന്ന ഒരു പുരോഹിതനെ അവൻ ശരീരം മുഴുവൻ ശുദ്ധീകരിക്കണം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ വസ്ത്രമെടുത്ത് അഹരോനെ ഉള്ളങ്കിയും ഏഫോദിന്റെ അങ്കിയും ഏഫോദും മതി. ഇനി വസ്ത്രങ്ങളെ ധരിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 30-20-21 കൂടെ വായിച്ചേ. 30-20-21. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. നോക്കൂ, ആദ്യം ശുദ്ധീകരണം പ്രാപിച്ചവൻ പിന്നെ എന്ത് ചെയ്യണം? ഈ ശുശ്രൂഷയ്ക്കായി ആലയത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അവന്റെ കൈയും കാലും എന്ത് ചെയ്യണം? കഴുകണം. എന്ന് പറഞ്ഞാൽ മൊത്തമായി കുളിച്ചവൻ തുടർന്ന് വരുന്ന എല്ലാ ശുശ്രൂഷകളിലും തൻ്റെ കൈകാലുകളെ കഴുകി തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. തൻ്റെ നടപ്പിലും തൻ്റെ പ്രവൃത്തിയിലും. അതാ എൻ്റെ അർത്ഥം. തൻ്റെ നടപ്പിലും തൻ്റെ പ്രവൃത്തിയിലും. നടപ്പും പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കാണണ്ട, തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളെ, അല്ലേ? അതാ എൻ്റെ അർത്ഥം. എല്ലായിടത്തും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നുള്ളതാണ് ഈ തിരുവെഴുത്ത് കൊണ്ട്, ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്
ഒരുവൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഒരിക്കലായി സ്നാനപ്പെടുകയും അനന്തരം ഓരോ ദിവസവും തങ്ങളെ തന്നെ വിശുദ്ധീകരണത്തിൽ, നിർമ്മലതയിൽ തങ്ങളെ തന്നെ കാത്തുകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശു ക്രിസ്തു അതിനൊരു ഉദാഹരണം കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യം. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. മതി. ഇവിടെ ശ്രദ്ധിക്കണം, ഈ സംഭവം യേശു ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഞങ്ങളിൽ ആരാ വലുതെന്നുള്ള ഒരു അഭിപ്രായം, ഒരു തർക്കവും അതൊക്കെ ഉണ്ടായി. എല്ലായിടത്തും അതൊക്കെയാണല്ലോ സംഭവം. ആർക്കും ചെറുതാകാനൊന്നില്ല. തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നതെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. എല്ലാ മേഖലയിലും, അത് ആത്മീയ മേഖലയിലും ആകട്ടെ, ഭൗതിക മേഖലയിലാകട്ടെ, എല്ലായിടത്തും എല്ലാവർക്കും എനിക്ക് വലുതാകണം എന്നുള്ള ആവേശത്തിൽ ഉള്ള ഒരു പരവേശം പിടിച്ചുള്ള ഓട്ടമാണ്. അതിനിടയ്ക്ക് ആരെയൊക്കെ ചവിട്ടി താഴ്ത്തുന്നു, ആരൊക്കെ ചവിട്ടി തള്ളിയിടുന്നു, ആടെയൊക്കെ നെഞ്ചത്ത് കയറി നിന്ന് മേളിലോട്ട് ഉയരാൻ പറ്റും, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാൻ നിൽക്കട്ടെ, ഇവരുടെ ഇടയിലും ഇതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ യേശു ആണ് ഇവരെല്ലാവരും വലിയവൻ യേശുവാണ്. അപ്പോൾ യേശു എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇസ്രായേലിൻ്റെ സിസ്റ്റം അനുസരിച്ച് അവിടുത്തെ ദാസനാണ് ഉയർന്നവൻ്റെ പാദങ്ങളെ എന്ത് ചെയ്യുന്നത്, കഴുകുന്നത്. അവൻ്റെ ദാസനായിട്ടാണ് കാണുന്നത്. അപ്പം യേശു എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകാൻ തുടങ്ങി. അവരെല്ലാം ഗുരു എന്ന് വിളിച്ച് തങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ലീഡറായി കാണുന്ന വലിയവനായി കണ്ട ഗുരു ഇത് ചെയ്യാൻ പാടുള്ളതല്ല. ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകേണ്ടവരാണ് ഈ ശിഷ്യന്മാർ. എന്നാൽ ഗുരു തന്നെ എഴുന്നേറ്റ് ഈ പാദങ്ങളെ കഴുകാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു അങ്ങ് ഇത് ചെയ്യരുത്. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്നോടൊന്നില്ല, പങ്കില്ല. അത് കേട്ട ഉടനെ പുള്ളിക്ക് നടുക്കമായി. യേശുവിനോട് പങ്ക് വേണം, യേശുവിനോട് കൂടെയുള്ള സഹവാസം വേണം. പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എൻ്റെ കാല് മാത്രമല്ല, ഇനി കാല് കഴുകാത്തതിൻ്റെ പേരിൽ എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത്. കാല് മാത്രമല്ല, എൻ്റെ തല ഉൾപ്പെടെ അങ്ങ് കഴുക്, എന്നെ തള്ളിക്കളയാതെ, എന്നെ ഈ കാരണം കൊണ്ട് യേശുവായിട്ട് എന്നെ അന്യപ്പെട്ടു പോകരുത്. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിനക്കിനി കാലം മാത്രം കഴുകേണ്ട ആവശ്യകതയുള്ളൂ, നീ കുളിച്ചിരിക്കുന്നവനാകൊണ്ട് നിനക്കിനി പാദം കഴുകേണ്ട ആവശ്യമില്ല. കുളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്യൻ സ്നാനപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇവരെ ഇവരുടെ പാദങ്ങളെ കഴുകേണ്ട ഗതികളിലേക്ക് വന്ന ഒരു അശുദ്ധി എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, അവരുടെ നടപ്പിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു പോരായ്മ. ബാക്കിയെല്ലാം കണ്ടീഷനാണ്, ബാക്കിയെല്ലാം ക്ലിയറാണ്. യേശുവിന് വേണ്ടി ജീവിക്കുന്ന കാര്യമായിട്ട് തീഷ്ണതയിലാകട്ടെ, എല്ലാത്തിലും ഇവർ മുമ്പന്തിയിലാണ്. പക്ഷേ ഞങ്ങളിൽ ആര് വലിയവനെന്നുള്ള ഒരഹന്തയുടെ, ഒരഹംഭാവത്തിൻ്റെ, ഒരു അടങ്ങാത്ത ഒരു സ്വഭാവം ഇവരുടെ ഇടയിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവരെ അശുദ്ധനാക്കി തീർത്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ പാദം ഞാൻ കഴുകുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഇനി കുളിച്ചിട്ടുണ്ട്, നീ ഇത് മാത്രം, ഈ ഭാഗം ഒന്ന് ക്ലിയർ ആയാൽ മതി. അപ്പം എൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടവൻ ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ചില മാലിന്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മളെത്ര ഭക്തനായിരിക്കാം, നമ്മൾ വലിയ പ്രാർത്ഥനക്കാരനായിരിക്കാം, വലിയ ആത്മീക തിരുവെഴുത്തുകളെക്കുറിച്ച് അഗാധമായ ജ്ഞാനവും അറിവും ഒക്കെ ഉണ്ടായിരിക്കാം, കൃപാവരങ്ങൾ നമ്മൾ ജ്വലിക്കുന്നവരായിരിക്കാം. ഇതൊക്കെയാണെങ്കിലും ഈ ക്വാളിറ്റി എല്ലാം ഉണ്ടെങ്കിലും ഈ ക്വാളിറ്റിയൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മളിൽ ഇതുപോലുള്ള മാലിന്യങ്ങൾ വന്നുകൂടാനുള്ള സാധ്യതയും കൂടുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ജഡത്തിൽ വസിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു മാലിന്യം നമ്മളിലേക്ക് വന്ന് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതിനെയാണ് അനുദിനം കഴുകിയ കൈയും കാലും കഴുകുന്നത് പോലെ, അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ യേശു. അതുപോലെ അനുദിനം നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ കുളിച്ചിരിക്കുന്നവന് ഇനി കൈയും കാലും മാത്രം കഴുകിയാൽ മതി. അപ്പം അങ്ങനെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി
ഈ തൊട്ടിയുടെ അടുക്കലേക്ക്, ഈ തൊട്ടി നമുക്കൊരു ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. തൊട്ടി ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? സ്നാനം ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റുക. ഞാൻ പറഞ്ഞു വന്നത്, ചില സ്നാനം ബൈബിൾ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും, അല്ലാത്തവനോ ശിക്ഷാവിധിയിലാകപ്പെടും. രക്ഷയോടുള്ള ബന്ധത്തിൽ സ്നാനം അതിപ്രധാനമായ ഘടകമാണ്. ചിലര് നീതിപ്രവൃത്തികളൊക്കെ ചെയ്ത് കഴിയുന്ന നമ്മളെക്കാൾ ഭക്തന്മാരായ എത്രയോ നാമധേയ സഭകളിലുള്ള ആളുകളെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. നേരിട്ട് അവരുടെ ഭക്തി, അവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥന, അവരുടെ ദാനധർമ്മങ്ങൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നിപ്പോകും. അത്രയ്ക്ക് ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതിപ്രധാനമായ ദൈവകൽപ്പനകളിൽ പരിശുദ്ധാത്മ അഭിഷേകം, സ്നാനം എന്നിത്യാദി കാര്യങ്ങളെ അവർ ചിലർക്ക് അറിയാമെങ്കിലും ബോധപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരായി, അതിന് വിധേയപ്പെടാത്തവരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഭക്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ, അത്തരം ഈ ദാനധർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ബാഹ്യമായ നമ്മുടെ നീതിപ്രവർത്തികൾ, നമ്മൾ തന്നെ ചെയ്യുന്ന നീതിപ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ നമുക്ക് രക്ഷ പ്രാപിക്കാനോ സാധ്യമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാനസാന്തരപ്പെട്ടവൻ, രക്ഷ പ്രാപിച്ചവൻ ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് സ്നാനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, വിശ്വസിക്കുമ്പോൾ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. 2, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. 3, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ അടുത്തടുത്ത പടികളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യമാണ്. സ്നാനം നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ട്, ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭാഗം അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ വായിക്കേണ്ടത്, നിങ്ങളെ പ്രിയപ്പെട്ടവർ നിങ്ങൾ അനന്തരം വായിക്കൂ. കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ശതാധിപനുണ്ടായിരുന്നു. ശതാധിപന്റെ വീട്ടിലേക്ക് പത്രോസിനെ പറഞ്ഞയക്കുകയാണ്. ഈ മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി നിങ്ങൾക്കറിയാമോ? എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവൻ, ദാനധർമ്മം ചെയ്യുന്നവൻ, ഏറിയ ദാനധർമ്മം ചെയ്യുന്നവൻ, സ്വർഗത്തിലെ ദൂതൻ നേരിട്ടിറങ്ങി വന്ന് സംസാരിക്കുന്നവൻ, ആ ആശയവിനിമയം നടത്തുന്നവൻ. ഇതെല്ലാം ഒഴികെ ഇവന്റെ ദാനധർമ്മങ്ങളും നീതിപ്രവൃത്തികളും എല്ലാം എവിടത്തോളം എത്തി? സ്വർഗത്തോളം എത്തി. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ നമ്മുടെ കൊടുക്കുന്ന 100-200 രൂപയുടെ ദശാംശവും കൃത്യമായിട്ടുള്ള ദശാംശവും കൃത്യമായി കാണിക്കു കൊടുക്കുന്നവനും കൃത്യമായി പ്രാർത്ഥിക്കുന്നവനും അങ്ങ് എത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം അതൊരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ പ്രവൃത്തികളെക്കാൾ ഉപരി ഇവന്റെ പ്രവൃത്തി എവിടെ എത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ മനുഷ്യന്റെ പ്രവൃത്തി സ്വർഗത്തിലെത്തിയെന്ന്. അപ്പോ അത്ര വലിയ സ്വർഗത്തിലൊരുവന്റെ പ്രവൃത്തി എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഭൂമിയിൽ ഒരുവൻ ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പിന്തുടരും, അത് വേറെ മറ്റൊരു കാര്യം. അപ്പൊ അത്രയും ഭക്തനായി ജീവിച്ച, എന്നെക്കാൾ നിങ്ങളെക്കാൾ ഏറിയ ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ, അവൻ സ്വർഗരാജ്യത്തിലെത്തുവാൻ, അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതേണ്ടതിന് 2 കുറവുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. 1 സ്നാനം, 2 പരിശുദ്ധാത്മാഭിഷേകം. ഈ 2 കുറവുകളും നികത്തിയെങ്കിലും മാത്രമേ നിത്യതയിൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവൻ ദൈവരാജ്യത്തിന്റെ അവകാശിയാകൂ എന്ന് സ്വർഗം അറിഞ്ഞിട്ട്. കാരണം ഇവരെ കൈവിടാൻ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തൻ്റെ അഭിഷിക്തനായ പത്രോസിനെ പറഞ്ഞയച്ച് അവിടെ ഈ യേശുവിൻ്റെ നിർമ്മലമായ വിശേഷവും സ്നാനവും ഇവയെല്ലാം അവിടെ പ്രസ്താവിക്കുമ്പോൾ നോക്കണം, അവരുടെ വേറൊരു ക്വാളിറ്റി പറഞ്ഞുതരാം. അവർ ഈ സന്ദേശം അവർ കേട്ടുകൊണ്ടിരിക്കയിൽ തന്നെ എന്തോ പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നെന്ന. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്നാനപ്പെട്ടിട്ടില്ല,
സ്നാനപ്പെടാത്ത ഒരു മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാ, ഞാൻ നിങ്ങൾ വല്ല മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അനന്തരം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. ഇവിടെ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആ മനുഷ്യന്റെ ഭക്തി, ആ മനുഷ്യന്റെ നീതിപ്രവർത്തികൾ നിമിത്തം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ മേൽ അഭിഷേകം പരിശുദ്ധാത്മാവെന്നാണ്. അപ്പൊ എത്ര ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്, എന്നെയും നിങ്ങളെയും ഉപരി. എന്നിട്ടും അവൻ സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അഭിഷേകം പ്രാപിച്ച അനന്തരം 10-11 വാക്യങ്ങൾ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അനന്തരം അവൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അനന്തരം സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇവൻ സ്നാനപ്പെടണമെന്നുള്ളത് എങ്കിലെന്താ ദൈവത്തിന് തൻ്റെ ദൂതന്മാരോട് പറഞ്ഞു വെച്ചാൽ ഇവന് ഈ ദർശനം കൊടുത്ത ദൂതൻ്റെ അടുക്ക പറഞ്ഞു വിട്ടാൽ പോലെ നീ പോയി സ്നാനപ്പെടണമെന്ന് ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം പ്രസംഗിപ്പാനും അതിൻ്റെ പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുവാനും അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിരിക്കുന്ന ശുശ്രൂഷകന്മാർക്കും ദൈവസഭയിലെ അംഗങ്ങൾക്കുമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പൊ ഈ മനുഷ്യന് ആ ദൂതനോടുകൂടെ ഈ സന്ദേശം പറഞ്ഞു കൊടുക്കാതെ അയക്കാതെ തൻ്റെ അപ്പോസ്തലനോട്, തൻ്റെ ശുശ്രൂഷകനോട് പോയി സുവിശേഷം പ്രസംഗിച്ച് അവനെ സ്നാനപ്പെടുത്താനാണ് ദൈവം അധികാരം കൊടുത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നീതിപ്രവർത്തികൾ ദൈവം കാലാകാലങ്ങളിൽ ദൈവിക വ്യവസ്ഥകൾക്ക് മാറ്റം വച്ചിട്ടുണ്ട്. കാലാകാലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പഴയ നിയമവും പുതിയ നിയമമായിട്ടുള്ള ഇത്രയും അകലമേ ഉള്ളൂ. അപ്പോൾ ഇത് പുതിയ നിയമസഭയുടെ കൃപായുഗത്തിലെ കൃപയുടെ കാലഘട്ടത്തിലെ സുവിശേഷത്തിൻ്റെ നിയമസംഹിതയാണ്, അല്ലെങ്കിൽ വ്യവസ്ഥയാണ്. അതുകൊണ്ട് സ്നാനം കൂടാതെ ആരെങ്കിലും രക്ഷ പ്രാപിക്കും എന്നുണ്ടായിരുന്നെങ്കിൽ സ്നാനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനം അതിപ്രധാനമാണ്. നമ്മുടെ നീതിപ്രവൃത്തികളോ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളോ എല്ലാം തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കുറുക്ക് വഴിയായിട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി കാണാമെന്നുള്ള ആശ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. വചനം പറയുന്നത് മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് രക്ഷയുടെ ദൈവിക വ്യവസ്ഥ. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ ഭക്തിയോടെ, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവരായിരിക്കും എങ്കിൽ നിങ്ങളുടെ ഭക്തി ദൈവം അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ദൈവം അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നു. പക്ഷേ അതിപ്രധാനമായ ഒരു കൽപ്പന കൂടെയുണ്ട്, നീ സ്നാനപ്പെടേണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ തൊട്ടിയിലെ വെള്ളം സ്നാനത്തിന് നിഴലാണ്. ഇത് മറ്റൊരർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ആ സ്നാനത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളെ ഏൽപ്പിച്ചു കൊടുപ്പാൻ പ്രാപ്തരാണ്, അതിന് കടമപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്നാനത്തെ ഒഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മരക്ഷയെ, നിങ്ങളുടെ നിത്യരക്ഷയെ നിങ്ങൾ വൃഥാവാക്കി കളയരുത്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നമുക്ക് ദൈവാത്മാവിനാൽ ഉറപ്പിച്ചത് നിൽക്കാം. ഈ വിലയേറിയ വാഗ്ദത്തങ്ങളെ, ഈ വിലയേറിയ കൽപ്പനകളെ നമ്മൾ ലംഘിച്ചു കളഞ്ഞാൽ നമുക്ക് പ്രൈസ് ദി ലോർഡ്, ഈ വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് എബ്രായക്കാരൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഈ വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ആകയാൽ ഈ വലിയ രക്ഷയെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ തൊട്ടിയിലെ വെള്ളം എന്ന വിഷയത്തിലൂടെ നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.